ഈ മനുഷ്യന് നേരെ ഒരു കത്തി പാഞ്ഞു വന്നപ്പോൾ അയാൾ അത് തടയാനോ ഒഴിഞ്ഞു മാറാനോ ശ്രമിച്ചില്ല. ആ കത്തി അയാളുടെ ഒരു ചെവി മുറിച്ചെടുത്തു. അയാളുടെ കണ്ണാടി താഴെ വീണപ്പോൾ ഉള്ളിലെ ശൂന്യമായ കണ്ണ് പുറത്തു കാണാമായിരുന്നു. അയാൾ ശാന്തനായി താഴെ കുനിഞ്ഞ് തന്റെ മുറിഞ്ഞുപോയ ചെവി ഒന്നും അറിയാത്തതുപോലെ കയ്യിലെടുത്തു. ഇത് കണ്ടുനിന്ന 3 ഗുണ്ടകൾ പേടിച്ചു വിറച്ചു. അവർ അയാളെ ഒരു രാക്ഷസൻ എന്ന് വിളിച്ചു. ആ ഒരു വാക്ക് അയാളെ തന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് ഒരു മരത്തിൽ നിന്ന് വീണപ്പോൾ അയാളുടെ ഒടിഞ്ഞ കാൽ നിമിഷങ്ങൾക്കുള്ളിൽ തനിയെ സുഖപ്പെട്ടു. അത്ഭുതപ്പെടുന്നതിന് പകരം എല്ലാവരും അയാളെ ഒരു രാക്ഷസൻ എന്നാണ് വിളിച്ചത്. ആ വേദന അയാളുടെ ജീവിതത്തിലുടനീളം കൂടെയുണ്ടായിരുന്നു. അടുത്ത നിമിഷം അയാളുടെ കയ്യിലിരുന്ന ചെവിയിൽ നിന്ന് എണ്ണമറ്റ ചുവന്ന വള്ളികൾ വളരാൻ തുടങ്ങി. അതേസമയം തന്നെ അയാളുടെ മുറിവിൽ നിന്നും ഇതുപോലെ ചുവന്ന നൂലുകൾ പുറത്തേക്ക് വന്നു. അവ പരസ്പരം കോർത്തിണങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ അയാളുടെ ചെവി പഴയതുപോലെയായി. ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രക്കിടെ ആ മനുഷ്യനെ കുറെ തന്തയില്ലാത്തവർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. അക്രമികൾ അയാൾ മരിച്ചുവെന്ന് കരുതി അയാളുടെ 2 കണ്ണുകളും എടുത്തുമാറ്റി. എന്നാൽ തന്റെ അസാമാന്യമായ ശക്തി കാരണം അയാൾ ഉണരുകയും ഒരു കണ്ണ് തിരിച്ചുപിടിക്കുകയും ചെയ്തു. പക്ഷേ മറ്റേ കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു. പെട്ടെന്ന് അയാളുടെ മനസ്സിൽ വിചിത്രമായ ചില ദൃശ്യങ്ങൾ തെളിഞ്ഞു. തന്റെ കാണാതായ കണ്ണ് മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റിവെച്ചതായി അയാൾ മനസ്സിലാക്കി. അയാൾ അത് അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ തന്റെ കണ്ണിരിക്കുന്നത് ഒരു അപകടകാരിയായ ഗുണ്ടാസംഘത്തിന്റെ നേതാവിനാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല.